ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ 5 മിനിറ്റ് കൊണ്ട് നല്ലൊരു ഗ്ലോ ലുക്കിൽ കിട്ടുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഗോൾഡ് സിറമാണ് എടുത്തത്. എന്നതിന് കയ്യിലേക്ക് എടുത്തതിന് ശേഷമാണ് എൻ്റെ ഫേസിലേക്ക് ടാപ്പ് എന്നുള്ള ലെവലിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സിറം ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സിറം അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മുടെ മോയ്സ്ചറൈസറായ ന്യൂട്രോജനയാണ് എടുത്തത്. ന്യൂട്രോജന എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ അക്വാലോജിക്കിൻ്റെ SPF 50+ൻ്റെ SPF ആണ്. പിന്നെ അതിലേക്ക് NYBയുടെ ഒരു സ്ട്രോബ് ക്രീമും അതുപോലെ DJ3യുടെ ഫൗണ്ടേഷനുമാണ് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരുവിധം പെട്ട ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ടിപ്പ് തന്നെയാണ്. എന്നിരുന്നാലും ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ ഒരു രീതിയിലുള്ളത് ഞാൻ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഫുള്ള് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് ഉപയോഗിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്കിത് സത്യത്തിൽ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് ഈസി ആയിട്ട് ബ്രഷൊന്നും എടുക്കാനുള്ള സമയമൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനിത് ഫിംഗേഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ മാക്സിമം ഞാൻ എല്ലാം ചെയ്യുന്നത് എൻ്റെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് തന്നെയാണ്. അങ്ങനെ പിന്നെ ഫുള്ള് നന്നായിട്ടൊന്ന് എൻ്റെ ഫേസിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഫേസിൽ ഇട്ടിരുന്നാലും നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ബ്ലെൻഡ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മുടെ മേക്കപ്പ് അവിടെയായിട്ട് പാച്ചായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ സ്കിൻ ടോണുമായിട്ട് നല്ല ലെവലിൽ മാച്ച് ആവുന്ന ലെവലിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫുള്ള് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഐബ്രോ ചെയ്യാനായിട്ടാണ് ഞാനിവിടെ ജെല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഉപയോഗിച്ചാണ് ഞാനിവിടെ ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഐബ്രോ ഷേപ്പ് എനിക്ക് അധികം വലിയ ഷേപ്പൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒന്ന് നല്ല രീതിയിൽ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു നാച്ചുറൽ ലുക്ക് ഫീൽ ചെയ്യുന്ന ലെവലിൽ ഞാൻ ഐബ്രോ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വർക്കിന് പോകാനുള്ള മേക്കപ്പാണ് ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കാരണം പാർലറിലെ വർക്കിംഗ് ഡേയും കൂടി ആയിരുന്നു അന്ന്. എനിക്ക് ഉച്ചയ്ക്കുള്ള റിസപ്ഷൻ മേക്കപ്പ് ആയിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡിയാകാൻ വേണ്ടി കുറേ വട്ടം നോക്കിയപ്പോഴൊക്കെ കസ്റ്റമേഴ്സ് ഉള്ളത് കാരണം എനിക്ക് റെഡിയാകാൻ പറ്റിയില്ല. ലാസ്റ്റിലാണ് ഈ ഒരു ഈസി വേ നമുക്ക് ചെയ്യാമെന്നുള്ള മനസ്സിലൊരു ഐഡിയ വന്ന് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനൊരു മേക്കപ്പ് ചെയ്തത്. അപ്പോൾ ഈ പെട്ടെന്ന് ചെയ്തതുകൊണ്ട് തന്നെ ഐബ്രോയുടെയൊക്കെ ഷേപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി ഏറിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുള്ള് ഞാൻ ഐബ്രോ ഷേപ്പ് ചെയ്തു. ഐബ്രോ ഷേപ്പ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിൽ പിന്നെ കൺസീലറോ ഐ ഷാഡോയോ അങ്ങനെ ഒന്നും ഞാനിതിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഓൺലി ഐബ്രോ ഫിനിഷ് ചെയ്തിട്ട് പിന്നീട് ഞാൻ എൻ്റെ കാജൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കാജലിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അർബൻ കളറിൻ്റെ കാജലാണ്. അപ്പോൾ ഞാൻ ഈ അർബൻ കളറിൻ്റെ കാജൽ ബ്ലാക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് നന്നായിട്ട് സ്പ്രെഡ് ആകത്തില്ല, നന്നായിട്ട് സ്റ്റേ ചെയ്യുന്ന ഒരു കാജലും കൂടിയാണ്. അപ്പോൾ നല്ല ഒരു റിവ്യൂ ഉള്ള ഒരു സാധനമാണ് ഈ അർബൻ കളറിൻ്റെ കാജൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കാജലെല്ലാം വരച്ച് കഴിഞ്ഞു. ഈ കാജലൊക്കെ വരച്ചതിന് ശേഷം പിന്നെ ഞാൻ അടുത്ത് കണ്ണിൻ്റെ മുകളിൽ ഐലൈനർ വരയ്ക്കാത്തത് കൊണ്ട് ജസ്റ്റ് കണ്ണിനകത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ണിൽ നമ്മൾ ഐലൈനർ വരച്ച ഒരു ലുക്ക് കിട്ടുന്ന ലെവലിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലൊരു പ്രസ്സിങ് പൗഡർ ഒന്നും ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ലിപ് ബാമാണ്. ഇത് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ NYBയുടെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ അതും അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഇതിൽ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ബ്ലഷൊന്നും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഐ ഷാഡൊന്നും ഇടുന്നില്ല, വേറെ ഒന്നും ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ഇത്ര മേക്കപ്പാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലോ ലുക്കും കിട്ടും, എന്നാൽ നമ്മുടെ മേക്കപ്പ് ചെയ്ത ആ ഒരു ഫീലും വരും. അപ്പോൾ ഇത്രയും ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. കമ്മലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു ചെറിയൊരു സ്റ്റഡ് അങ്ങ് എടുത്തിട്ടു. അപ്പോൾ അതൊരു വൈറ്റ് സ്റ്റോൺ വരുന്ന സ്റ്റഡാണ്. പിന്നെ എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു കുർത്തിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് എൻ്റെ മേക്കപ്പ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ.
അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹെയർ ഞാൻ ഒന്ന് നന്നായിട്ട് കോംബ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ. കാരണം നന്നായിട്ട് ഹെയർ ഒന്ന് ഉണങ്ങിയിട്ടില്ല. കാരണം ഡ്രയർ ചെയ്യാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് ആ ഒരു ഇതിൽ ഞാനൊന്ന് ജസ്റ്റ് കോംബ് ചെയ്ത് ഒന്ന് ഫ്രീ ഹെയർ ആയിട്ട് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മേക്കപ്പ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേക്കപ്പ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ്. എന്നാൽ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു മേക്കപ്പ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.